ഈ സ്ക്രിപ്റ്റ് അത് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടിട്ടുള്ള പെർഫോമർ ഗണേഷ് കുമാറിന്, അതായത് ഈ പറഞ്ഞ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര നമ്മളെ രസിപ്പിക്കുന്ന ഒരാള്. ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്? സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനോട് സാർ ഈ വേഷമാണ് ചെയ്യുന്നത്. വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി, പക്ഷേ ആരോട് പറയാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ അജിത്ത് വിനായകൻ വരുന്നത്. അദ്ദേഹത്തോട് നമ്മൾ പറയുന്നു. അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ചെയ്തൊരു രണ്ടുപേരും കൂടിയാണ്. ചന്തു എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി. അവരെ മാമൻ പോയ വഴി സിനിമയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ചടിയത് അടുത്ത് പറയും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ശിവനൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ പോയി. ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഞാനൊക്കെ സിനിമയിലായിരിക്കുമ്പോൾ കളിയാക്കും, സിനിമയിൽ പോകും. അങ്ങനെ നമ്മൾ യുദ്ധത്തിൽ പോയി മരിച്ചതുപോലെ ആയിരിക്കും ആളുകൾ. പക്ഷേ ഇപ്പം കാലം മാറി. നല്ല കുട്ടികൾ വരുന്നവർക്ക് നല്ല ഐഡിയസ്. ഒരു ഡോക്ടർ തന്നെ ഒരു സീനിൽ അഭിനയിച്ചുള്ളൂ, പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടും. ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ, ഒരു റോളുണ്ട് എല്ലാവർക്കും. അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശയുണ്ട്. ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു. കൊറോണ എല്ലാം ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ, ഞാനും അജു കൂടെ, ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഇവർ രണ്ടുകൂടെ മരത്തിൻ്റെ മുകളിലോട്ട് പോയി. ഈ ചന്തു ഈ ശിവസായി ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല, അവന്മാർ കഥ ഉണ്ടാക്കാൻ പോകാമെന്ന് പറയും. കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്റർ എടുത്ത് പുറത്ത് വരും ശിവസായി. ഉടനെ ചന്തു അത് ദൂരേക്ക് അറിയാത്തവരെ നിൽക്കും. പിന്നെ അതിനകത്തൊരു കമ്പ്യൂട്ടറിൽ കഴിച്ച് ഒരു സീൻ ഇറങ്ങി വരാം. ഈ പ്രിൻ്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റാണ്. സാറേ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിൻ്ററും ലാപ്ടോപ്പും എടുത്ത് ചോട്ടിൽ അങ്ങനെയാണ് നിർത്തിയത്. എനിക്ക് ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയത്. കഥ ഇങ്ങനെ വിശാലമായി പോയത്. പിന്നെ ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നപ്പോൾ പോലത്തെ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇങ്ങനത്തെ സിനിമ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പുറത്തുള്ള മൂവീസൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ എന്തോ പോകുന്ന സമയത്ത് ഡെഡ് പൂളിൻ്റെ ഫാൻ ഷോയുടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇത് ഡെഡ് പൂളിൽ ഇവിടെ ഫാൻ ഷോയ്ക്ക് ഫ്ലെക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. സോ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടുതൽ പടം കാണുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ്. സോ ആ എക്സ്പീരിയൻസ് കണ്ട ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് റിസണേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇവിടെ വർക്കാവുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഞങ്ങളുടെ ടീമിൻ്റെ മൊത്തത്തിലൊരു ടെക്നിക്കൽ ടീമിൻ്റെയും ക്രിയേറ്റീവ് ടീമിൻ്റെ ഒരു എഫേർട്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണ്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഭയങ്കര വലിയൊരു ഗൈഡൻസ് ഒന്നാണ് കൃഷ്ണനേട്ടനും ഔപചാരിക പേരിലല്ല, എന്നാലും ഇവിടെ വെച്ചിട്ടൊരു നന്ദി പറയുന്നത്. എല്ലാവരും എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഗണേശ് സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ദിവസം മറ്റേ നേരെ പടം ഓണാവുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു പോയിന്റാണ് ഈ സിനിമയുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വെറ്ററൻ ആക്ടറെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ പുള്ളി ഇൻസ്റ്റൻ്റ്ലി പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ ആൾക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് നീങ്ങാമെന്നുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ